ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ ആൻഡ് ലിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൽക്കാട്ട ടോർട്ടോയ്സിനെ കുറിച്ചാണ്. ഇവ വളരെയധികം വലിയ ടോർട്ടോയ്സ് ആണ്. കാം നേച്ചറും സൂപ്പർ ലോങ് ലൈഫുമുള്ള ഒരു എക്സോട്ടിക് പെറ്റ്. സൽക്കാട്ട ടോർട്ടോയ്സ് എന്നത് ആഫ്രിക്കയിൽ നിന്നുള്ള ഏറ്റവും വലിയ ടോർട്ടോയ്സ് ആണ്. സെൻട്രോക്ലീസ് സൽക്കാട്ട എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. സൽക്കാട്ട ടോർട്ടോയ്സിൻ്റെ മുൻകാലുകളുടെ പിറകുവശത്ത്, പ്രത്യേകിച്ച് മുട്ടിനടിയിൽ കഠിനമായ പ്രൊജക്ഷൻസ് ഉണ്ടാകും. ഇവ കാണുമ്പോൾ കൊമ്പ് പോലെ തോന്നും. ഇതിനെ സ്പാറസ് എന്നാണ് വിളിക്കുന്നത്. അതിനാൽ തന്നെ ഇവയെ ആഫ്രിക്കൻ സ്പർ ടോർട്ടോയ്സ് എന്നും വിളിക്കുന്നു. ഇവ ഒരു ഫാസ്റ്റ് മൂവിങ് പെറ്റല്ല. അതായത് നമ്മുടെ കൂടെ കളിക്കാനോ ക്വിക്ക് റിയാക്ഷൻസ് തരാനോ ഇവയ്ക്കാകില്ല. വളരെ കാമൻ പീസ്ഫുള്ളായ പെറ്റുകളാണിവ. ഇവ ആഫ്രിക്കയുടെ ഡെസേർട്ട് സൈഡിൽ വരണ്ട ചൂടുള്ള ക്ലൈമറ്റിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൾഡ് വെതർ ഇവയ്ക്ക് സെറ്റ് ആവുകയില്ല. ഇവയുടെ കൂടുകൾ എപ്പോഴും ഡ്രൈ, വാം ആൻഡ് സണ്ണി ആയിരിക്കണം. മഴയും തണുപ്പുമെല്ലാം ഇവയുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. സൽക്കാട്ട ടോർട്ടോയ്സ് ഹെർബിവർ ആണ്. അതായത് ഇവ കൂടുതലും പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ് കഴിക്കുന്നത്. പുല്ല്, കറ്റാർവാഴയില, ഹൈബിസ്കസ്, കാക്ടസ് തുടങ്ങിയവയാണ് ഇവയുടെ ഫേവറേറ്റ് ഫുഡ്. ഇടയ്ക്ക് ഇവയ്ക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കണം. ഇത് ഇവയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ പഴങ്ങൾ, മധുരമുള്ള വസ്തുക്കൾ, പ്രോട്ടീൻ ഫുഡ് എന്നിവ കൊടുത്താൽ ഇവയ്ക്ക് പെട്ടെന്ന് തന്നെ ഹെൽത്ത് പ്രോബ്ലംസ് വരാം. സൽക്കാട്ട ടോർട്ടോയ്സ് വളരെ വലിപ്പം വയ്ക്കുന്നവയാണ്. ഏകദേശം 70 കിലോ മുതൽ 100 കിലോ വരെ ഇവയ്ക്ക് ഭാരം വയ്ക്കും. അതിനാൽ തന്നെ വലിയ ഔട്ട്ഡോർ സ്പേസുകളാണ് ഇവയ്ക്ക് ഉത്തമം. സോഫ്റ്റായ മണ്ണുള്ള ഇടമാണ് ഇവയ്ക്ക് നല്ലത്. ഇവർ ഒരുപാട് കുഴികൾ ഉണ്ടാക്കും. ഇത് ഇവയ്ക്ക് ഇഷ്ടമാണ്. കൂടുകൾ വളരെ ഉറപ്പുള്ളതായിരിക്കണം. മാത്രമല്ല ഇവയുടെ കൂടുകളിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗവും ഷാഡോ കിട്ടുന്ന ഭാഗവും ബാലൻസ് ചെയ്ത് സെറ്റ് ചെയ്യണം. സൽക്കാട്ട ടോർട്ടോയ്സ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. ഇവ നമ്മെ കടിക്കുക, ശബ്ദമുണ്ടാക്കുക ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇവയെ പീസ്ഫുൾ പെറ്റ് എന്ന് തന്നെ പറയാം. ഇവ മനുഷ്യരുമായി ബന്ധം ഡെവലപ്പ് ചെയ്യാൻ സമയമെടുക്കും. ആദ്യം നമ്മെ അവഗണിക്കും, എന്നാൽ പിന്നീട് നമ്മളുമായി അടുക്കും. അതായത് ഡെയിലി കാണുന്ന മുഖമാണെങ്കിൽ അവർ നമ്മളെ തിരിച്ചറിയുകയും മുഖമുയർത്തി നമ്മെ നോക്കുകയും ചെയ്യും. ഇത് ടോർട്ടോയ്സ് ബോണ്ടിങ് കാണിക്കുന്നതാകാം. ഇവയുടെ ലൈഫ് സ്പാൻ, അതായത് ജീവിത കാലയളവ് ഏകദേശം 70 മുതൽ 100 വർഷം വരെയാണ്. അതായത് ഒരിക്കൽ ഒരു സൽക്കാട്ട ടോർട്ടോയ്സിനെ പെറ്റായി വളർത്താൻ തുടങ്ങിയാൽ നമ്മുടെ തലമുറകൾക്കും ഇവ നല്ലൊരു പെറ്റ് തന്നെയായിരിക്കും. സൽക്കാട്ട ടോർട്ടോയ്സ് മേറ്റിംഗ് കഴിഞ്ഞാൽ ഫീമെയിൽ മുട്ടയിടും.
ഒരേ സമയം 15 മുതൽ 30 മുട്ടകൾ വരെ ഇവയിടും. മുട്ടകൾ നോർമൽ ഗ്രൗണ്ടിലോ ഇൻക്യുബേറ്ററിലോ സൂക്ഷിക്കാം. സാധാരണയായി 90 മുതൽ 120 ദിവസം വരെ എടുക്കും കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ. ഇവയുടെ മുട്ടകൾ വളരെ സോഫ്റ്റ് ആണ്. അതിനാൽ മുട്ടകൾ വളരെ കെയർ ചെയ്യണം. സൽക്കട്ട ടോർട്ടോയിസ് ക്യൂട്ടാണെങ്കിലും റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. ഓരോ ദിവസവും ഫ്രഷ് ഫുഡ് കൊടുക്കണം. പുല്ല്, ഇലകൾ പോലുള്ള ഹെൽത്തി ഫുഡ് വേണം കൊടുക്കാൻ. ഇവയുടെ എൻക്ലോഷർ, അതായത് കൂടുകൾ വൃത്തിയായി സൂക്ഷിക്കണം. റെഗുലർ ക്ലീനിങ് ആവശ്യമാണ്. ഇവയ്ക്ക് സൺലൈറ്റ് നന്നായി ലഭിക്കണം. കാൽഷ്യത്തിനും ഷെൽ ഹെൽത്തിനും സൺലൈറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയ്ക്ക് വളരെ വലിപ്പമുള്ള സ്ഥലം വേണം. ചെറിയ കൂടുകളിൽ ഇവയ്ക്ക് ശരിയായ വളർച്ച ലഭിക്കില്ല. ഇവയുടെ വെറ്റ് കെയർ എല്ലായിടത്തും ലഭ്യമാവണമെന്നില്ല. അതിനാൽ ഇവയെ വളർത്തുന്നതിന് മുൻപ് അത് ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. സപ്ലിമെന്റ്സ്, എൻക്ലോഷർ മെയിൻ്റെനൻസ് എന്നിവയെല്ലാം നല്ല രീതിയിൽ ലഭിച്ചാൽ മാത്രമാണ് ഇവ ഹാപ്പിയായി ലോങ് ടൈം ജീവിക്കുകയുള്ളൂ. സൽക്കട്ട ടോർട്ടോയിസ് ഇന്ത്യയിൽ ലീഗൽ എക്സോട്ടിക് പെറ്റ് കാറ്റഗറിയിൽ പെടുന്നവയാണ്. അതായത് ഇതിനെ പെറ്റായി വളർത്താൻ നിയമപരമായി പ്രയാസമില്ല. പക്ഷേ ചില നിർബന്ധങ്ങളുണ്ട്. വാങ്ങുന്ന ടോർട്ടോയിസിന് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ അത്യാവശ്യമാണ്. സൽക്കട്ട ടോർട്ടോയിസ് എന്നത് വളരെ ക്യൂട്ട്, കാം ആൻഡ് പീസ്ഫുൾ ആയ പെറ്റുകളാണ്. ഇവയെ പെറ്റായി വളർത്തുമ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ വേണം. കാരണം ഇവ വളരുന്നതും ജീവിക്കുന്നതും ലോങ് ടേം ആയാണ്. അത് ഒരു വലിയ കമ്മിറ്റ്മെൻ്റ് ആണ്. ഇത്തരം പെറ്റുകളെ നമ്മുടെ തലമുറയ്ക്കും കൈമാറി വരാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് പെറ്റിനെ കുറിച്ച് അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.